വണക്കം സിംഹക്കുട്ടി ബ്രോസ്. ഞാനേ ഒരു സാമൂഹ്യപരമായ ഒരു സബ്ജക്റ്റോടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് എങ്ങനെ നിങ്ങൾ ഉൾക്കൊള്ളും എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ പറയാനുള്ളത് പറയുന്നു, ഞാൻ കാലം ചെയ്തു പോകുന്നു. നിങ്ങൾ കണ്ടു കേട്ടില്ല എന്നുള്ളതും എൻ്റെ വിഷയമല്ല. പക്ഷെ അവിടെ അതൊരു ഡാറ്റയായിട്ട് ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസമായിട്ട് മീഡിയ വഴിയും പത്രങ്ങൾ വഴിയും പിന്നെ നമ്മുടെ യൂട്യൂബ് മറ്റെല്ലാ കാര്യങ്ങൾ വഴിയൊക്കെ ഒരു ഒരു വിഷയം നല്ലപോലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ശ്രദ്ധയിൽ ഒരുപാട് വിഷയങ്ങൾ പെടാറുണ്ട്, ചെയ്യാറില്ല. കാരണം എല്ലാവരെയും ദൈവം രക്ഷിക്കുന്നത് കൊണ്ട് ഞാനങ്ങനെ ഒന്നും അത്തരം കാര്യങ്ങൾ ചെയ്യാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം എനിക്കുണ്ടെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസൊക്കെ ഇത്രയും വികസിക്കുകയും മനുഷ്യൻ്റെ ചിന്താശക്തി വേറെ നിലയിലോട്ട് മാറുകയും എന്തു പറയുന്നത് നമ്മളൊരു 100 വർഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു 25 വർഷത്തിൻ്റെ പിന്നിലുള്ള ലോകമല്ല എന്ന് അറിഞ്ഞിട്ടുകൂടി ഇപ്പോഴും 95% ജനങ്ങളുടെ ധാരണ എന്നെ ആരെങ്കിലും രക്ഷിക്കും എന്നതാണ്. ആ രക്ഷിക്കുമെന്നുള്ള ധാരണയോടുകൂടി എപ്പോഴും ജീവിക്കുകയും അതിൽ മാത്രം എന്ത് വർക്ക് ചെയ്താലും എന്തൊക്കെ ചെയ്താലും അതിൽ മാത്രം ജീവിതം കണ്ടെത്തുകയും അതാണ് എല്ലാം എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ജനതയോടുകൂടി ഞാനെന്ത് പറയാനാണ്? അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് താല്പര്യമില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ ഒരു സബ്ജക്റ്റായിട്ട് എടുക്കാൻ താല്പര്യമില്ലാത്ത സബ്ജക്റ്റല്ല, അത് താല്പര്യമില്ല. അത് തന്നെയാണ് കാരണം. അതൊരു ചർച്ചയ്ക്കെടുക്കാൻ കൊള്ളൂലാത്ത വിഷയമാണെന്ന് തന്നെ അതിനെ പറയാം. കാരണം അതൊരു ചർച്ചയ്ക്കെടുക്കാൻ പറ്റുന്ന വിഷയമൊന്നുമല്ല. അങ്ങനെ ഒരു സബ്ജക്റ്റ് അല്ലാത്തത് കൊണ്ട് അത് താല്പര്യവുമില്ല, അതുകൊണ്ട് അത് ചെയ്യാറുമില്ല. അപ്പോൾ പക്ഷെ ഈ 2-3 ദിവസമായിട്ട് ഒരു സബ്ജക്റ്റ് കണ്ടപ്പോൾ എന്തായാലും ഇത് ചെയ്യണമെന്ന് തോന്നി. കാരണം ഇനി കുറച്ച് കാലം കൂടെയൊക്കെ ജീവിച്ചിരിക്കുള്ളൂ. എന്തായാലും ഒന്നുമില്ലെങ്കിലും മീഡിയയിൽ വന്നിട്ട് നമ്മളത് യൂട്യൂബിലോട്ട് ചെയ്തിടുമ്പോഴത്തേക്കും അതൊന്നുമില്ലെങ്കിലും പ്രൂഫായിട്ട് കിടക്കുമല്ലോ. അതിനു വേണ്ടി ചെയ്യണതാണ്. അല്ലാതെ നിങ്ങളെ പ്രേക്ഷകരെ ലോകത്തിലെ 600 കോടി ജനങ്ങളെ മാറ്റാമെന്നോ 600 കോടി ജനങ്ങളെ ചിന്തയിലോട്ട് വരുത്താമെന്നോ 600 കോടി ജനങ്ങളെ ഉപദ്രവിക്കാമെന്നോ സ്നേഹിക്കാമെന്നോ വിചാരിച്ചിട്ടല്ല. കാരണം ഇതൊന്നും എന്നെ കൊണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും അവരുടേതായ വ്യൂ ഉണ്ട്, അതനുസരിച്ച് ജീവിക്കുന്നു, അത് വേറെ കാര്യം. അപ്പോൾ പക്ഷേ ഈ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വരുന്ന കുറേ റിപ്പോർട്ടുകളാണ് വിഷയം. അത് ഞാൻ തുറന്നു പറയട്ടെ. 2-3 ദിവസമായിട്ട് ഇന്ത്യയിൽ ഒരു ഫ്ലൈറ്റ് ക്രാഷ് നടന്നു. അതായത് നല്ല രീതിയിൽ ഒരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും സാഹചര്യവശാൽ പിന്നെ ക്രാഷാകുകയും അതിലുള്ള 99.99% മനുഷ്യർ മരിക്കുകയും അത് പോയി ലാൻഡ് ചെയ്ത സ്ഥലത്തുള്ളവരും ഏകദേശം പേര് മരിക്കുകയും മറ്റുള്ളവർ ഗുരുതരമായ അപകടത്തിൽ ചെന്നെത്തുകയും ചെയ്തു. അവർക്കെല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. അച്ഛന്, അവരുടെ കുടുംബങ്ങൾക്ക്, മറ്റെല്ലാവർക്കും. കാരണം തീരാത്ത കാരണം നിങ്ങൾക്കുണ്ടായ നഷ്ടം അതൊന്നും നമുക്ക് ഒരിക്കലും ഒന്നുകൊണ്ടും പരിഗണിക്കാൻ പറ്റുന്ന കാര്യങ്ങളോ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളോ അല്ല. പരിഗണിക്കാനും പറ്റൂല, പരിഹരിക്കാനും പറ്റൂല. അത് അവരവർക്കേ അറിയാവും. പക്ഷേ അതങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ മീഡിയ കൊട്ടിഘോഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ യൂട്യൂബ് കൊട്ടിഘോഷിക്കപ്പെടുന്ന, യൂട്യൂബ് എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ കുറേ ആൾക്കാർ കൊട്ടിഘോഷിക്കപ്പെടുന്ന, പത്രങ്ങൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം കണ്ടിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. നിങ്ങളെ ദൈവം രക്ഷിക്കുമോ? നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ രക്ഷിക്കുമോ? അതാണ് എൻ്റെ ചോദ്യം. ഞാൻ എൻ്റെ ചോദ്യത എറിയുകയാണ്. എല്ലാവരും പറയുന്നത് രക്ഷിക്കുമെന്നാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ രക്ഷിക്കുമോ? നിങ്ങൾ കുറേ ദൈവങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യൻ കൺട്രീസിലൊക്കെ 95% മുകളിലാണ് ഗോഡിൽ വിശ്വസിക്കുന്നവർ. അത് തെറ്റെന്നൊന്നും ഞാൻ പറയില്ല, തെറ്റെന്നും പറയില്ല, ശരിയെന്നും പറയില്ല. അത് നിങ്ങളുടെ കാര്യം, അതിനകത്ത് ഞാൻ ഇടപെടുന്നുമില്ല.
പക്ഷെ നിങ്ങളൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ പെടുമ്പോൾ, നിങ്ങളൊരു വല്ലാത്തൊരു അവസ്ഥയിൽ പെടുമ്പോൾ നിങ്ങളെ ദൈവം രക്ഷിക്കുമോ? അതാണ് ഈ പ്ലെയിൻ ക്രാഷുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുടെ ചോദിക്കുന്നത്. ഈ ഫ്ലൈറ്റ് ക്രാഷിൽ വന്നിരിക്കുന്ന എന്താണ് വിഷയം? ഫ്ലൈറ്റ് എങ്ങനെ ക്രാഷ് ആവട്ടെ, നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കുന്നില്ലേ? വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും വണ്ടി മറ്റൊരാളുടെ കുറ്റം കൊണ്ടും വന്നിടിക്കാം, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും നമ്മളെ തെറ്റുകൊണ്ടും പോയിടിക്കാം. ഇന്ത്യയിൽ തന്നെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു വർഷം 2 മുതൽ 2 ലക്ഷത്തിന് മുകളിലോളം മനുഷ്യർ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നുണ്ട്. ഏകദേശം 10 ലക്ഷം പേര് പരിക്ക് വരുന്നുണ്ട്. അതിന് മുകളിലാണ് ചെറിയ പരിക്കുകൾ വരുന്നത്. അതിന് മുകളിലാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഒരു കുറ്റമൊന്നും ഞാൻ പറയണില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 കോടി ജനമുണ്ട്. അതിന്റെ ഒരു ശതമാനം തന്നെ ചെറിയ ക്രാഷൊക്കെ നോക്കിയാൽ പോലും നിങ്ങൾ നോക്കിയേ 14 ലക്ഷം വരും. അല്ല സോറി 140 കോടിയല്ലേ, സോറി, ഏകദേശം 1.4 കോടി വരും. അപ്പം അത് സ്വാഭാവികമായ ഒരു പ്രതിഭാസമായിട്ട് കാണുന്നുവെങ്കിൽ അത് പ്രശ്നമല്ല. പക്ഷേ നമ്മൾ അതങ്ങനെ ഇനി ഫ്ലൈറ്റ് ക്രാഷിംഗ് നോക്കാം. ഫ്ലൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേൾഡ് മൊത്തം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലൈറ്റിന്റെ ഡേഞ്ചറസ്, അതായത് ഡെത്ത് കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ റോഡ് അപകടങ്ങളെക്കാളും, റോഡ് അപകടങ്ങളിൽ 100-ൽ 10 പേര് മരിച്ചാൽ ഫ്ലൈറ്റ് അപകടങ്ങളിൽ 100-ൽ 1 പോലും മരിക്കാറില്ല. കാരണം അത്ര സേഫാണ് അവിടെ. വളരെ റെയറായിട്ടാണ് ഒരു ആക്സിഡന്റ് നടക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ കൂടി അത് ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യപ്പെടാം. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അപകടം നമ്മൾ നോക്കുമ്പോൾ റോഡേ നമ്മൾ വണ്ടി ഓടിക്കുന്നതിനേക്കാളും 1000 മടങ്ങ് സേഫ്റ്റിയാണ് നമ്മൾ എയറിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ. അത്ര സേഫ്റ്റി സോണുള്ള സ്ഥലമാണ് ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടാണ് എന്റെ ഞെട്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും മറ്റു റിപ്പോർട്ടുകളെ കുറിച്ച് പറയാനല്ല ഞാനിവിടെ എപ്പോഴും പറയണത്, നിങ്ങളെ ദൈവം രക്ഷിക്കുമോ? ഗോഡ് രക്ഷിക്കുമോ? ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നാൽ, നിങ്ങളൊരു അപകട സ്റ്റേജിൽ എത്തിയാൽ നിങ്ങളെ ദൈവം രക്ഷിക്കുമോ? നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ രക്ഷിച്ചാൽ മതി. രക്ഷിക്കുമോ? ഇവിടെ ചിലർ പറയുന്നു രക്ഷിക്കുമെന്ന്. ഞാൻ പറയുന്നു രക്ഷിക്കില്ല. ഒരു ദൈവത്തിനും നിങ്ങളൊരു അപകട സ്ഥലത്തെത്തിപ്പെട്ടാൽ, നിങ്ങളൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തിപ്പെട്ടാൽ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് നിങ്ങളെ മരണത്തിന്റെ മൂമെന്റിൽ. അങ്ങനെ നിങ്ങളെ രക്ഷിക്കണമെങ്കിൽ സയൻസ് തന്നെ വിചാരിക്കണം. അത് വേറെ കാര്യം. അത് ഒരു വശത്ത് നിങ്ങളൊരു വളരെ ഡേഞ്ചറസ്, നിങ്ങൾ മരിക്കുമെന്ന് ഉറപ്പാണ്, നിങ്ങളൊരു വിശ്വാസിയാണ്. മീൻസ് പ്രകൃതിയാലുള്ള മരണത്തെക്കുറിച്ചല്ല ഞാൻ പറയണത്. നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിട്ട് എന്തൊക്കെയോ സംഭവിക്കും, സ്വർഗത്തിൽ പോവും, മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ് ചെയ്യണത്. അത് അവിടെ നിർത്തുമ്പോൾ തന്നെ ആ സ്വർഗത്തിൽ പോണ നിങ്ങളെ എല്ലാ രീതിയിലും നിങ്ങളെ ദൈവം പ്രൊട്ടക്ട് ചെയ്തു എന്ന് പറഞ്ഞാണ് നിങ്ങൾ എല്ലാവരും ജീവിക്കുന്നത്. ഈ 95% പേര്. അങ്ങനെ വരുമ്പോൾ ഈ ഫ്ലൈറ്റ് ക്രാഷിനെ കുറിച്ച് തന്നെയാണ് ഞാൻ എപ്പോഴും പറയണത്. നിങ്ങളെ രക്ഷിക്കുമോ? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ നൊബക്സോളോ ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു പറയാമെന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചു നോക്കിയേ. ഇപ്പോൾ ഏതാ ഫ്ലൈറ്റ് ക്രാഷ് കിടന്നേ, ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവർ എത്രയാണ്? നിങ്ങൾ ഗൂഗിൾ റിസർച്ച് ചെയ്ത് നോക്കി. 250-നും 265-നും ഇടയിൽ ആൾക്കാർ. ഫ്ലൈറ്റ് ക്രാഷായിട്ട് പോയി ലാൻഡ് ചെയ്ത് എവിടെയാണ്? ഒരു മെഡിക്കൽ കോളേജിന്റെ പുറത്ത്. ഒരു മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസിന്റെ ഹോസ്റ്റലിന്റെ പുറത്ത്. അവിടെ താമസിച്ചവർ കണക്കേ പുറത്തു വരണില്ല. 100, 150, 200, 500 ഒക്കെ ആകാം. അതുമെല്ലാം ഡോക്ടേഴ്സാണ്. ഇവരെല്ലാവരും തന്നെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവര്, അവിടെ ലാൻഡ് ചെയ്തിട്ട് മെഡിസിൻ പഠിക്കുന്നവര് എല്ലാവരും അതിലെ 95% ദൈവവിശ്വാസികളാണ്. കടുത്ത ദൈവവിശ്വാസികളാണ്. അവരവരുടേതായ ദൈവങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും പിന്നെ പഠിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം ചിലർക്ക് മതഭ്രാന്ത് മൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകം മൊത്തം നടന്ന് ബോംബ് പൊട്ടിക്കുകയും ചെയ്യുന്ന മനുഷ്യരൊക്കെ ഉള്ള അവരാണ്. കാരണം ഏറ്റവും വിദ്യാഭ്യാസമുള്ളവരാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അപകടകാരി. നിങ്ങൾ നോക്കിയത് ഏറ്റവും എഡ്യൂക്കേറ്റഡ് ഉള്ളവരാണ് ഈ ലോകം മൊത്തം പിടിച്ച് ബോംബൊക്കെ പൊട്ടിക്കുന്നത്. അല്ല ഇവിടെ വല്ല കഞ്ചാവ് നടത്തിയോ അല്ലെങ്കിൽ വല്ല ചെറിയ കാര്യങ്ങൾ നടത്തിയിട്ട് ജീവിക്കാം. പോലീസുകാരൻ പിടിച്ചിട്ട് പത്രത്തിൽ ഫോട്ടോ ഇടും. അല്ലാത്ത എല്ലാം തന്നെയും അപകടകാരികൾ ഉണ്ടാവണേൻ്റെ ഒരു 5% ഇതിൽ നിന്ന് പറഞ്ഞതാണ്. ഞാനത് അവർ അങ്ങനെ വിദ്യാഭ്യാസം കൊണ്ട് അങ്ങനെ കുറ്റം പറയുന്നതല്ല ഞാൻ ഇപ്പോഴും പറയണത്.
ഈ എഡ്യൂക്കേഷന്റെ ഏറ്റവും ടോപ്പ് ഇവരെല്ലാം സയന്റിസ്റ്റുകളാണെന്ന് ഓർമ്മ. സയൻസ് മെയിൻ എടുത്ത് പഠിച്ചവരാണ് അവിടെ ക്രാഷായപ്പോൾ അടിയിൽ മരിച്ചിരിക്കുന്നത്. അതായത് സയൻസ് മെയിൻ എടുത്ത് പഠിക്കുന്ന ഒരു ഡോക്ടേഴ്സ്, പിന്നെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവർ. ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവരിൽ നമുക്കൊരു 5% വേണ്ട. 275 പേര് യാത്ര ചെയ്തിട്ട് അതിന്റെ 5% എടുത്താൽ ഒരു 10-12 പേര്. ബാക്കി എല്ലാവരും പല മതത്തിൽ വിശ്വസിച്ചവരാണ്. ഒരേ സ്ഥലത്തിരുന്നിട്ട് ഇവിടെ ക്രിസ്ത്യാനി, ഇവിടെ മുസൽമാൻ, ഇവിടെ ഹിന്ദു, എൻ്റെ തൊട്ട് ബാക്കിൽ അതിൻ്റെ ബാക്കിൽ ജൈനൻ, അതിൻ്റെ ബാക്കിൽ പാഴ്സി, അതിൻ്റെ ബാക്കിൽ ജൂതൻ, അങ്ങനെ 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 ഗോത്രം, ചപ്പ് ചവറ്, തേങ്ങ മണ്ണാങ്കട്ട കുറേ ദൈവങ്ങൾ. ഇവരൊക്കെ ഒരുമിച്ചാണ് യാത്ര ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ 1-2 അവിശ്വാസി ഉണ്ടാവും. അവിശ്വാസി ചത്തുവയിൽ ഒരു കുഴപ്പമില്ല. അതിനകത്തൊരു 10-12 അവിശ്വാസികളുണ്ടാവും, വിശ്വാസമില്ലാത്തവർ. അവൻ ചത്തുവയിൽ കുഴപ്പമില്ല, അത് ദൈവത്തിന്റെ ശിക്ഷയെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള ഒരു മരിച്ചുപോയത് പറയൂ പ്രേക്ഷകരെ. നിങ്ങളുടെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിങ്ങളുടെ ദൈവം വന്ന് നിങ്ങളെ രക്ഷിക്കുമോ? ഇല്ലെന്നാണ് ഞാൻ പറയണത്. ഇനി ഇവിടെ സയന്റിസ്റ്റുകളായിട്ട് ഇവിടെ പഠിച്ചിരുന്ന ഡോക്ടേഴ്സ് ആ ഹോസ്റ്റലിന്റെ മുകളിൽ ലാൻഡ് ചെയ്യുമ്പോൾ അവിടെ അതിനകത്തുള്ള കൂടുതൽ എഡ്യൂക്കേറ്റഡ് പീപ്പിൾസാണ് അതിനകത്തുള്ളത്. വലിയ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എഡ്യൂക്കേഷൻ ചെയ്യണവർ. അതിനകത്ത് എത്ര പേരുണ്ട് നിരീശ്വരവാദികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന മതവിശ്വാസം ഇല്ലാത്തൊരു 5-6 പേരുണ്ടാവും. അവരെ മാറ്റാം, അവരെ അത്തോട്ട്. കാരണം അവർ മതത്തിൽ ഒന്നിലും ദൈവവിശ്വാസം ഇല്ലാത്തല്ല, അവൻ ജാവമുള്ളവനാണ്. അങ്ങനെയാണല്ലോ അതിന്റെ കൺസെപ്റ്റ്. ബാക്കിയുള്ളവരെങ്ങനെ മരിച്ചത്? അവരെന്ത് ചെയ്തിട്ട് മരിച്ചത്? ഏതെങ്കിലും ഒരു ഗോഡിനെ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും നിങ്ങളുടെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് നമ്മളിവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 9 to 15 കിലോമീറ്റർ മുകളിലാണ് പറന്നു പോണത്. ചില സമയത്ത് അപ്ഗ്രേഡ് ചെയ്യും, ചില സമയത്ത് താഴെയും വരും. ഇങ്ങനെയാണ് റൺ ചെയ്യണത്. ഈ റൺ ചെയ്യുന്ന ഫ്ലൈറ്റ് ക്രാഷായി താഴെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മരണം എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ്. പക്ഷെ അതിൽ അപകട സാധ്യത വളരെ കുറവെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. വളരെ തുലവും തുച്ഛമാണ്. നമ്മൾ റോഡ് അപകടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡ് അപകടങ്ങൾ 100 പേരിൽ 100 അപകടം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 15 പേര് മരിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒരാൾ പോലും മരിക്കൂല. അതാണ് അതിന്റെ കുറച്ചുള്ളൂ. വളരെ പോയിന്റ് വളരെ കുറച്ചേ ഉള്ളൂ ഫ്ലൈറ്റ് അപകടങ്ങളുടെ അപകട സാധ്യത. പക്ഷേ ഇപ്പോൾ ഉള്ള പത്രമാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അയാളെ ദൈവം രക്ഷിച്ചെന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രേക്ഷകടുത്ത് ചോദിക്കട്ടെ, 100-300 പേരെ ഒരുമിച്ച് കൊന്നിട്ട് ഒരാളെ മാത്രം രക്ഷപ്പെടുത്തുന്ന ദൈവം എന്ത് കോപ്പിലെ ദൈവമാണ്? എന്ത് കോപ്പിലെ ദൈവമാണ്? അതിനകത്തുള്ളവരിൽ ആരാണ് ഒരു ഉപദ്രവകാരികളുള്ളത്? അവരെല്ലാവരും അവരെ ജീവിതത്തെ കെട്ടിപ്പടുക്കാനും സ്വപ്നങ്ങളെ കെട്ടിപ്പടുക്കാനും കുടുംബത്തെ നോക്കാനും രാജ്യത്തെ നോക്കാനും മറ്റു പല കാര്യങ്ങൾ കൊണ്ടും പല ഐഡിയ കൊണ്ടും യാത്ര ചെയ്തവരാണ്. 1-2 പേര് മോശം മനുഷ്യരുണ്ടാവും, അല്ലെങ്കിൽ 5 പേര് അവിശ്വാസി ഉണ്ടാവും. അവൻ ചത്തുപോട്ടെന്നേ, നമ്മളൊരു സിസ്റ്റം അതാണല്ലോ. ബാക്കിയുള്ളവരെല്ലാവരും മരിക്കുകയും ഒരാൾ രക്ഷപ്പെട്ടപ്പോൾ അവനെ ദൈവം രക്ഷിച്ചെന്ന്. 300 പേരെ കൊന്നിട്ട് ഒരാളെ രക്ഷിക്കേണ്ട ദൈവം നമുക്ക് ആവശ്യമാണോ? ലക്ഷക്കണക്കിന് പേരെ കൊല വിളിച്ചിട്ട് 5-6 പേരെ രക്ഷിക്കുമ്പോൾ നമ്മളെ ദൈവം രക്ഷിച്ചെന്ന് പറയും. എന്ത് കണക്കിലാണ് പറയുന്നത്? എന്ത് ദൈവമാണ് ഇങ്ങനെ കോപ്പ് ദൈവം? നമ്മളെ കൂടെ ഉള്ളവരെല്ലാവരും ഒരു ഇതുമില്ലാതെ റിസ്ക് എടുത്തും ഹാർഡ് വർക്ക് ചെയ്തും ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും കൊന്നൊടുക്കിയിട്ട് യാവനെ കൊണ്ട് നമ്മളെ തലയ്ക്ക് ബോംബിട്ടിട്ടും അല്ലാതെ പല രീതിയിലും കൊന്നിട്ട് വളരെ വിരലിലുണ്ടാവുന്നവർ രക്ഷപ്പെട്ടു വരും. അവനെ ദൈവം രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാർത്തകൾ. എന്നാ വാർത്ത എവിടെ പറഞ്ഞേ? മീഡിയ വാർത്ത, യൂട്യൂബ് വാർത്ത, മറ്റേ വാർത്ത. ഒരുത്തനെ രക്ഷിച്ചു, അവനെ ദൈവം രക്ഷിച്ചു. ബാക്കി 300 പേര് മരിച്ചുപോയവരൊക്കെ എന്ത് മോശക്കാരാണോ? ഈ 300 പേരെ കൊന്നിട്ട് ഒരുത്തനെ രക്ഷിക്കണ ഏത് ദൈവമാണ് ഇവിടെ ഉള്ളത്? എന്ത് ദൈവമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ എല്ലാവരെയും ചുമ്മാ അങ്ങ് കൊല്ലുക, കൊന്നതിന് ശേഷം ഒരുത്തനെ രക്ഷിക്കുമ്പോൾ ദൈവം രക്ഷിച്ചു, അങ്ങനെ അങ്ങ് മീഡിയ റിപ്പോർട്ട് ചെയ്യണ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. പത്രത്തിന് നല്ല വാല്യൂ ഉണ്ടാവും, മീഡിയക്ക് നമുക്ക് കേൾക്കാൻ രസമുണ്ട്. അത് മനുഷ്യന്റെ ടെൻഡൻസിയാണ്. ഒരു മൃഗവും ഈ പ്രകൃതിയിലെ മറ്റൊരു ജീവി വാർത്ത കേൾക്കൂല, വാർത്ത കാണൂല. അവർക്കിതൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ കുറെ മനുഷ്യർക്കാണ് ഇതിനെ കുറിച്ച് വ്യാകുലതയുള്ളൂ. നമ്മളെക്കാളും ബെറ്ററാണ് ഈ പ്രകൃതിയിലെ മറ്റെല്ലാ ജീവികളും. ഈ പ്രകൃതിയിലെ എല്ലാ ജീവികളും നമ്മളെക്കാളും ബെറ്ററാണ്. നമ്മളാണ് കൂറാള്. നമ്മൾ കുറെ ദൈവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഈ കുറെ പേരെ കൊന്നിട്ട് നമ്മളെ ദൈവം രക്ഷിച്ചു, ഒരാളെ രക്ഷിച്ച ദൈവം രക്ഷിച്ചു. ഈ ഒരാളെ രക്ഷിക്കാനുള്ള ദൈവം ആവശ്യമാണോ?
300 പേരെ രക്ഷിക്കാനുള്ള ദൈവത്തിനെയാണ് നമുക്ക് ആവശ്യം. ഒരാളെ പോലും കൊല്ലല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അവന്റെ പ്രകൃതിയാൽ ജനിക്കുന്ന ഒരു എല്ലാം തന്നെ പ്രകൃതിയാൽ തന്നെ നശിച്ചു പോവും. അത് ഒരു റീസൈക്കിളേഷനാണ്. പുനർജന്മമൊന്നുമില്ല. അതൊക്കെ വെറും ചുമ്മാ പഠിപ്പിക്കുന്നത്. ആത്മാവും ഇല്ല. ആത്മാവാ ഏത് കോപ്പ് ഇതൊന്നുമില്ല. ഇതൊക്കെ ചുമ്മാ നമ്മളെ പഠിപ്പറ്റിക്കുന്നത്. വെറും ട്രാപ്പ്, വെറും പറ്റിപ്പ്. നമ്മളിവന്മാരെ മതത്തിന്റെ അഡിക്റ്റായി നിർത്താൻ പറ്റിക്കണത്. ഏതെങ്കിലും ഇവിടെ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സന്യാസിമാർ മരിച്ചിട്ടുണ്ട്. ഇവന്മാർ ആത്മാവിടെ സ്വർഗത്തിലായിരിക്കണേ. ഏത് സ്വർഗത്തില്? ഒരാളെ ഐഡന്റിഫൈ ചെയ്ത് കാണിച്ച. ഇനി ഇവിടെ എത്ര ദൈവങ്ങളെ ചത്തു എവിടെയെങ്കിലും ജീവിച്ചിരിക്കണം. ഇവരെയൊക്കെ ആത്മാക്കൾ എവിടെ ഇരിക്കുന്നത്? നമുക്കിതൊന്നും അറിഞ്ഞില്ലേ. പ്രകൃതിയാൽ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ഈ പറയുന്ന അതാണ് ഞാൻ പറയണത്. ഒരു 300 പേര് മരിച്ചുകൊണ്ട് 350 പേര് മരിച്ചുകൊണ്ട് ഒരാൾ രക്ഷപ്പെട്ടപ്പോൾ അയാൾ ദൈവം രക്ഷിച്ചെന്നു. അങ്ങനെ ഒരാളെ രക്ഷിക്കുന്ന ദൈവം ഇവിടെ എന്തിനാണ്? നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഒരു 10 മക്കളുണ്ട്. ഒരു അമ്മയ്ക്ക് ഒരു 10 മക്കളുണ്ട്. 9 പേരെ കൊന്നിട്ട് ഒരാളെ മാത്രം രക്ഷിക്കുന്ന ദൈവം എന്തിനാണ്? 9 പേരും നല്ല മനുഷ്യരെന്നായിരിക്കും. ചിലപ്പോൾ ഒരാൾ ജീവിച്ചിരിക്കുന്നത് മോശക്കാരനുമായിരിക്കും. ആ 9 മക്കളെയും കൊന്നിട്ട് ഒരാളെ മാത്രം രക്ഷിക്കുന്ന ദൈവം എന്ത് കോപ്പ് ദൈവമാണ്? അങ്ങനെ ഒരു സബ്ജക്ട് നിങ്ങൾ ചിന്തിക്കേണ്ട പ്രേക്ഷകരെ. ഞാൻ എൻ്റെ യുവജനതയെ ഞാൻ നിങ്ങളടുത്ത് പറയണു, ഇത് ട്രാപ്പിഡാണ്. ഫുൾ വേൾഡ് ട്രാപ്പിഡാണ്. നിങ്ങളെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കണം. നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ എഡ്യൂക്കേഷനോട് അധ്വാനിക്കൂ. മനുഷ്യരാണ് എല്ലാം കൈകാര്യം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഒരു സർവീസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി പൈസ കിട്ടും. നമ്മൾ അതിന്റെ ഒരു ശമ്പളം വാങ്ങി ജീവിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പ്രോഫിറ്റ് എടുത്ത് ജീവിക്കും. അതൊക്കെ മനുഷ്യരുണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. പ്രകൃതി അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സൃഷ്ടി മാത്രമേ പ്രകൃതിക്കുള്ളൂ. അതുപോലെ തന്നെ സൃഷ്ടി അതിന്റെ റൂട്ടിൽ ഡെത്തായും പോവും. അത് പ്രകൃതി നിയമമാണ്. ഇതിനകത്തുള്ള ഒരു വേരിയേഷനിൽ ഏതോ ദൈവങ്ങൾ, കുറെ ദൈവങ്ങൾ ഉണ്ടാക്കി വെക്കുക. ആ ദൈവങ്ങളൊക്കെ നമ്മളെ രക്ഷിക്കുമെന്ന് പഠിപ്പിക്കുകയും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോഴത്തേക്ക് ഒരു ദൈവവും നമ്മളെ രക്ഷിക്കുന്നില്ല. ഒരിടത്തും രക്ഷിക്കുന്നില്ല. ഈ ഫ്ലൈറ്റ് ക്രാഷ് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സബ്ജക്ട്, എനിക്ക് ഈ സബ്ജക്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് നിവൃത്തികേടുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. 300 പേരടങ്ങുന്നതിൽ എത്ര പേരുണ്ടായാലും മോശമായ മനുഷ്യർ. എല്ലാവരും ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ കണ്ട്, ജീവിതത്തിന്റെ പലത് കണ്ട്, തന്റെ മക്കളെ നോക്കണം, തന്റെ അമ്മയെ നോക്കണം, നാട്ടിലെ കുറെ കാര്യങ്ങൾ ചെയ്യണം, മറ്റു കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ, ലോകത്ത് വലിയ കമ്പനികൾ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റുകൾ ചെയ്യണം, പുതിയ എന്തെങ്കിലും കണ്ടുപിടുത്തം നടത്തണം. അതിനകത്ത് സയന്റിസ്റ്റുകളടക്കം ഉണ്ടാവും, സ്പോർട്സ് താരങ്ങളുണ്ടാവും, ഇങ്ങനെ പല കാര്യങ്ങൾ തിങ്ക് ചെയ്ത് ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലൈറ്റിനകത്ത് കയറി എന്നിട്ട് അവർ പോയിട്ട് ക്രാഷായി മരിച്ചെന്ന് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. മരണം പ്രകൃതി ഇതാണ്. ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറി യാത്ര ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഇത് വന്നാൽ മരിക്കും. നോർമലായാലും മരിക്കും. മരണമൊക്കെ നോർമൽ കാര്യമാണ്. പക്ഷേ അതിൽ ഒരാൾ രക്ഷപ്പെട്ടപ്പോൾ ഒരാളെ ദൈവം രക്ഷിച്ചു. നിങ്ങൾ റോഡേ വണ്ടി ഓടിച്ചു പോകുന്നു. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കണുള്ളൂ. ഞാൻ എൻ്റെ ബൈക്കിൽ പോകുന്നു, എനിക്ക് ബൈക്കാണുള്ളത്, എൻ്റെ ബൈക്കിൽ പോകുന്നു, നിങ്ങൾ കാറിൽ വരുന്നു. ഞാൻ വേറൊരു മതവിശ്വാസി, നിങ്ങൾ വേറൊരു മതവിശ്വാസി. നമ്മൾ തന്നെ മുഖത്തോട് പോയി ഇടിക്കാൻ പോവുകയാണ്. ഇടിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ രക്ഷിക്കട്ടെ, അവൻ്റെ ദൈവം അവനെ രക്ഷിക്കട്ടെ. പകരം നമ്മൾ രണ്ട് ക്രാഷ് ചെയ്യുകയും ഞാൻ മരിക്കുകയും അതിനകത്തിരിക്കുന്ന അവൻ മരിക്കുകയും, രണ്ടൊരു ചത്തയിലും കുഴപ്പമില്ല. അവന്റെ കുഞ്ഞൊരു 3 വയസ്സോ അല്ലെങ്കിൽ ഒരു 3, 6, 10 മാസം ഉണ്ടോന്ന് വിചാരിക്കും. ആ 10 മാസമുള്ള കുഞ്ഞു മരിക്കുന്നത് എന്തർത്ഥത്തിലാണ്? ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ആ കുഞ്ഞിനെ കൊള്ളേണ്ട ദൈവം ഏത് ദൈവമാണ്? എന്ത് കോപ്പിലെ ദൈവം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ട് മതത്തിൽ വിശ്വസിക്കണില്ലേ? അപ്പൊ അതാത് ദൈവങ്ങൾ വന്ന് നിങ്ങൾ രണ്ട് മതത്തിലുള്ള 2 ദൈവങ്ങളും അവിടെ പ്രത്യക്ഷപ്പെട്ട് എന്നെ രക്ഷപ്പെടുത്താൻ എന്നെ കൊന്നോട്ടെ, മറ്റേ കൊന്നോട്ടെ, ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിക്കൂടെ? അങ്ങനെയൊന്നും നടക്കൂല ബായി. അങ്ങനെ ഒരു ഇമാജിനേഷൻ ഈ വേൾഡിൽ ഇല്ലെന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കൂ, ഇതൊക്കെ തട്ടിപ്പാണ്. നമ്മൾ ട്രാപ്പിഡാണ്, ടെക്നിക്കൽ ട്രാപ്പിഡ്. നമ്മൾ എത്ര എഡ്യൂക്കേഷൻ നേടി, അല്ലെങ്കിൽ എത്ര സയൻസ് പഠിച്ചാൽ, എത്ര നമ്മൾ ഇതായാലും നമ്മളെ ചിന്തകളെ ഇവർ അടിച്ചൊതുക്കും. അത് സ്കൂളിലാണ് ഇതിന്റെ ആദ്യത്തെ ആരംഭം. സ്കൂളിൽ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെ സയൻസ് പഠിപ്പിക്കും, ഇപ്പുറത്തെ കൂടെ ദൈവം നമ്മളെ ഉണ്ടാക്കുമെന്നും പറയും. ഒരു ദൈവം ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ പ്രകൃതിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ പ്രതികൾ ജീവിക്കും, മരിക്കും. ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ ഒരു ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങൾ ചില ആഗ്രഹങ്ങൾ നടന്നു പോകും, അത് നിങ്ങൾ പ്രയത്നിക്കുന്നുകൊണ്ടാണ് നടന്നു പോകുന്നത്. പകരം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് അങ്ങ് മുകളിലോട്ടൊന്നും പോകാൻ പറ്റൂല. അതിന് നമ്മളതിന് ഉപകരണം ഉണ്ടാക്കി മുകളിലോട്ട് പോകുമ്പോൾ ക്രാഷും ആവും, അല്ലെങ്കിൽ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ഇടിക്കും. അങ്ങനെയാണെങ്കിൽ വണ്ടിയൊക്കെ നിരോധിക്കണ്ടേ? ആക്സിഡന്റ് ലെവൽ നോക്കിയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് റോഡിലാണ്.
റോഡിലാണ് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത്. റോഡിൽ ഏതെങ്കിലും വണ്ടി നിരോധിക്കാറുണ്ടോ? നമ്മൾ റോഡ് ആക്സിഡന്റ് വരിക്കുമ്പോഴത്തേക്കും അയ്യോ ദൈവം അവനെ അങ്ങ് സ്വർഗത്തിൽ എടുത്തെന്ന് പറയും. ഞാൻ ചോദിക്കുന്നത്, അവരവരെ ദൈവങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഒന്ന് രക്ഷിക്കട്ടെന്നേ. എന്നെ രക്ഷിക്കണ്ട, എനിക്കിതിൽ താല്പര്യമില്ല. ഒരു ക്രിസ്ത്യാനിയുടെ ദൈവം ക്രിസ്ത്യാനിയെ രക്ഷിച്ച്, മുസൽമാന്റെ ദൈവം മുസൽമാനെ രക്ഷിച്ച്, ഹൈന്ദവന്റെ ദൈവം ഹൈന്ദവനെ രക്ഷിച്ച്, ജൈനന്റെ ദൈവം ജൈനനെ രക്ഷിച്ച്, ബുദ്ധിസ്റ്റ് ആണെങ്കിൽ ബുദ്ധിസ്റ്റ്, പാഴ്സി ആണെങ്കിൽ പാഴ്സി, ജൂതനാണെങ്കിൽ ജൂതൻ, ഇനി എക്സെട്രാ 3600 4000 മതങ്ങൾ കിടക്കണ ലോകത്ത് നിലവിൽ. ഇപ്പോ പഴയതിലാണെങ്കിൽ 60,000 വരും ഗോത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ. അവരങ്ങ് രക്ഷിക്കട്ടെന്നേ. ഏകദേശം 5 to 10 ലക്ഷം വർഷമായി മനുഷ്യ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. ചരിത്രത്തിലില്ല അങ്ങനെ ആരെയും രക്ഷിച്ചിട്ട്, ഹിസ്റ്ററിയിലില്ല. ഒരു ദൈവം ഡയറക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മളൊരു അപകട സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും ഹിസ്റ്ററിയിലില്ല ബായ്. എവിടെയെങ്കിലും സയൻസോ എന്തെങ്കിലും രീതിയിൽ നമ്മളതിൽ എവിഡൻസ് ഉണ്ടോ? ഇല്ല. ബാക്കി എന്നാൽ നമ്മളെല്ലാം സയൻസ് ഉണ്ടാക്കുന്ന എല്ലാം നമ്മൾ വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന എല്ലാം, വണ്ടി ഓടിക്കുന്നത് എല്ലാം, ഇനിയിപ്പോ ഫ്ലൈറ്റ് ഉണ്ടാക്കിയതാര്? ദൈവമോ? ഈ പ്രകൃതിയിൽ വരുന്ന സിഗ്നൽ ഉണ്ടാക്കിയാല് ദൈവമൊന്നുമല്ല, അത് പ്രകൃതിയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രകൃതി അംഗീകരിക്കൂ, എങ്കിൽ ഈസിയാണ്. വളരെ സൈലന്റ് ആയിട്ട് ജീവിക്കുക. പ്രകൃതിയെ നമ്മൾ ഉപദ്രവിക്കുകയില്ല. ഏതോ ദൈവങ്ങൾ എന്തോ കൊണാപ്പ് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രകൃതിയെ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. പ്രകൃതിയെ നമ്മൾ ഉപദ്രവിച്ചാൽ പ്രകൃതി തിരിച്ചുപദ്രവിക്കും. കാരണം അതിനകത്ത് കുറെ ഫ്ലോ ഉണ്ട്. പ്രകൃതിക്ക് പോകാനുള്ള ഫ്ലോ ഉണ്ട്. ആ ഫ്ലോയാണ് മനുഷ്യർ ഇപ്പൊ 600 to 800 കോടി ജനങ്ങൾ ലോകത്തുണ്ടെന്ന് പറയുന്നത്. നമ്മൾ പലവിധ കാര്യങ്ങൾക്കും വേണ്ടി പ്രകൃതിയെ മിസ്യൂസ് ചെയ്യണുണ്ട്. ഈ മിസ്യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ടെമ്പറേച്ചറിങ് മറ്റു കാര്യങ്ങളെല്ലാം വ്യത്യാസം വരും. ആ വ്യത്യാസം പറഞ്ഞതിനനുസരിച്ച് എന്ത് സംഭവിക്കും? പ്രകൃതി തിരിച്ചടിക്കും. പ്രകൃതിയാണ് കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ പ്രകൃതിയെ ഗോഡെന്ന് വയ്ക്കാം. പ്രകൃതി അതതിന്റെ സർക്കിളിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും, നിങ്ങൾ എന്തെങ്കിലും വിഗ്രഹമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ ഇരുന്ന് ആരാധിക്കുന്നുണ്ട്, എന്തെങ്കിലും കൊടുത്തിട്ട് ഈ ആരാധിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവത്തിന് ചൊവ്വ ഉപഗ്രഹത്തിനെ ഒന്ന് മാറ്റി സ്ഥാപിക്കാൻ പറ്റൂ? യുറാനസിനെ മാറ്റി സ്ഥാപിക്കാൻ പറ്റൂ? നെപ്റ്റ്യൂണിനെ മാറ്റി സ്ഥാപിക്കും? വേണ്ട. ഭൂമിയെ ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. എന്ന് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലുള്ള എന്റെ വീട്ടിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. ഭയങ്കര മഴ, വെളിയിൽ അന്യായ മഴ. ഇച്ചിരി ഒന്ന് കുറച്ച് തന്നിട്ട് കേമൻ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പോരെ? പറ്റില്ല വായി. ഇത്തരം രീതിയിൽ നമ്മളെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാണ് ഒരാൾ രക്ഷപ്പെട്ടപ്പോൾ ദൈവത്തെ പിടിച്ചു. അത് മതപണ്ഡിതന്മാർക്കും മതസ്വാധീനമുള്ളവർക്കും മതത്തിന് ഇവിടെ നിൽക്കാനുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കണേണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ മീഡിയ, ഏതെങ്കിലും മീഡിയ തിരിച്ച് റിപ്പോർട്ട് ചെയ്യോ? കാരണം അതാണ് മാർക്കറ്റ്. 95% ജനങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. എങ്കിലേ ആ രീതിയിൽ വാർത്ത കൊടുത്താൽ മാർക്കറ്റിൽ അവരെ പത്രം വിൽക്കൂ, അവരുടെ ചാനൽ വിൽക്കൂ. യൂട്യൂബിൽ വന്നാൽ യൂട്യൂബിന് വാല്യൂ വരുള്ളൂ. ഇപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഒട്ടും പിടിക്കില്ല, എന്നെ ചീത്ത വിളിക്കാം. ചിലപ്പോൾ കാണണമെന്നില്ല, യൂട്യൂബ് എന്നെ ബ്ലോക്ക് ചെയ്യും. ചിലപ്പോൾ രാജ്യങ്ങൾ ബ്ലോക്ക് ചെയ്യും. മതത്തെ കുറ്റം പറയുന്നത്, ഞാൻ മതത്തെ കുറ്റം പറയുന്നില്ല, നിങ്ങൾ വെക്കോളൂ. പക്ഷെ രക്ഷിക്കൂല, ഒരു പിണ്ണാക്കൂല്ലെന്നേ. സമ്പത്ത് ഉണ്ടാവുന്നത് അങ്ങനെയല്ല. സമ്പത്ത് 2 രീതിയിലാണ് നമ്മൾ നേടേണ്ടത്. സമ്പത്തിനെ ബേസ് ചെയ്താണ് ഇവിടുത്തെ മതങ്ങളൊക്കെ നിൽക്കുന്നത്. അത് നിങ്ങളൊന്നേ പക്ക ക്രിമിനൽ ലെവലിൽ കള്ള രീതിയിൽ കാശുണ്ടാക്കണം. ഇനി സത്യസന്ധമായിട്ട് കാശുണ്ടാക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. ആ 2 വിധത്തിനെ വച്ചാണ് ഇവരെല്ലാവരും നമ്മൾ ചൂസ് ചെയ്യണത്, അല്ലെങ്കിൽ എന്താണ് പിഴിഞ്ഞെടുക്കുന്നത്. ഇതൊക്കെ മനുഷ്യരാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു തരം വാട്ടർ സമ്പ്രദായം. നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കണം. ആ സിസ്റ്റത്തിൽ ഒരു തൊഴിൽ വേണം, അതിൽ കുറച്ച് കാശ് കിട്ടും. ആ കാശ് കിട്ടിയാൽ നമുക്ക് നന്നായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി ജീവിക്കാം, മറ്റു കാര്യങ്ങൾ നോക്കാം, പോവാം. ഇനി അമിതമായിട്ട് കാശുണ്ടാക്കണമെങ്കിൽ ഒന്ന് നമ്മൾ മറ്റ് ഉടായ്പ കാണിക്കണം, മറ്റു രീതിയിൽ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം. ഇതൊക്കെ മൾട്ടി ലെവലിൽ ചെയ്യണം. ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ മനുഷ്യർ തമ്മിലുള്ള ഒരു സംവിധാനം മാത്രമാണ്. അതിന് ദൈവത്തിന് അതിനകത്തൊരു പ്രസക്തിയില്ല. ഇതിനകത്ത് കാശ് പറയുന്നതും കൊടുക്കുന്നതും എല്ലാം തന്നെ മനുഷ്യർ തമ്മിലാണ്. പകരം ഞാൻ അതാണ് പറഞ്ഞത്, അതങ്ങനെ നിൽക്കട്ടെ. അതിനെ ബേസ് ചെയ്താണ് നമ്മളെ മതങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത്. എന്ന് പറയണത് നമ്മളെ നീ അത് ചെയ്ത് നിനക്ക് വീട് കിട്ടും, മറ്റത് കിട്ടും, മറിച്ചത് കിട്ടും, നീ വേറെ വലുതാവും, വലിയവനാവും. എവിടെ വലിയവനാവും? അംബാനി അദാനിയും പിന്നെ എന്ത് പറയണത് മൈക്കൽ സൂക്കർബർഗ് ആയാലും, ഇനി പറയണത് നമ്മുടെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച പുള്ളിയായാലും, ഇനി ടെക്നോളജിയുടെ എല്ലാം കണ്ടുപിടിച്ച അയാളായാലും എല്ലാം തന്നെ അന്തസ്സായിട്ട് ഇവരൊക്കെ കണ്ടുപിടിച്ച് ടോപ്പിന്റെ ലെവലിൽ എത്തിയെന്ന് വെക്കുക. അതെല്ലാം നമുക്ക് ഉപകാരവും തന്നെയാണ്. അത് സയൻസ് ഞാൻ അംഗീകരിക്കുന്നു. അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ ഈ നിമിത്തത്തിന് ഞാൻ അംഗീകരിക്കുന്നത് നമ്മുടെ ഹാർഡ് വർക്കിന്റെ ഫലമാണ്. പകരം ഇത് ഏതെങ്കിലും ഗോഡ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പൊളിക്കും.
ഏതെങ്കിലും ഗോഡ് ഒരു മുട്ടുസൂചി കണ്ടുപിടിച്ചിട്ടുണ്ടോ? വേണ്ട. ഞാൻ ഒന്നും പറഞ്ഞു, ഒരു ആറ്റം കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ദൈവം ഒരു ആറ്റം കണ്ടുപിടിച്ച് ഈ ആറ്റത്തെക്കുറിച്ച് ഏതെങ്കിലും ദൈവത്തിന് ഒരു അറിവുണ്ടോ? ഏതെങ്കിലും ദൈവത്തിന് ഒരു അറിവുണ്ടോ? ഏതെങ്കിലും ദൈവത്തിന് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഏതെങ്കിലും ദൈവത്തിന് ഒരു ആറ്റത്തെക്കുറിച്ച് അറിവുണ്ടോ? എങ്കിൽ ഈ ദൈവങ്ങളൊന്നും ഇങ്ങനെ സംസാരിക്കില്ല. ഞാനീ പറയണത് നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിൽക്കൂ. പക്ഷേ ഒരു അപകടം വരുമ്പോൾ, ഇതുപോലെ ഫ്ലൈറ്റ് ക്രാഷ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും 300 പേരെ കൊന്നിട്ട് ഒരാളെ രക്ഷപ്പെടുമ്പോൾ എന്നെ ദൈവം രക്ഷിച്ചു എന്ന് പറഞ്ഞ് വരരുത്. ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് അതാണ് പറയുന്നത്. പ്രേക്ഷകർക്ക് അവിടെ നിങ്ങൾ 95% ഇത്തരം വിശ്വാസികളാണ്. അപകടത്തിൽ ചെല്ലപ്പെടും. നമ്മൾ റിസ്ക് എടുത്തല്ലേ പറ്റും. ജീവിക്കണ്ടേ. നമ്മൾ സാധാരണ ജനിച്ചു വീണ് പ്രകൃതിയിൽ വേട്ടയാടി ജീവിക്കുന്ന കാലമൊക്കെ പോയില്ലേ? മനുഷ്യൻ ഒത്തൊരുമയോടുകൂടി ജീവിക്കാൻ പഠിച്ചു. ഒപ്പം എന്ത് ചെയ്തു? യുദ്ധങ്ങൾ കുറഞ്ഞു, സംസ്കാരം ഉള്ളവരായി. ഇനി യുദ്ധങ്ങൾ ഇപ്പൊ ചില രീതിയിൽ കൂടുന്നുണ്ട്. അതൊക്കെ നിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. യുദ്ധങ്ങളൊന്നും പാടില്ല, ഒരു യുദ്ധവും പാടില്ല. നമുക്ക് ബോർഡർ വേണ്ട. നമുക്ക് എന്തിനാണ് അതിർത്തികൾ? എന്റെ വീട്ടിൽ കുറെ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ എന്റെ ഈ ചുറ്റുവട്ടത്ത് വിറ്റാൽ അത് തീരുമോ? പൈസ വരൂല. ഞാൻ അതാണ് എന്റെ പ്രേക്ഷകർക്ക് പറഞ്ഞത്. നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്റെ ഈ ചുറ്റുവട്ടത്ത് വിറ്റല്ലേ. ഇവിടെ നിന്ന് ഞാൻ പഞ്ചായത്തിൽ നിന്ന് മാറി ഡിസ്ട്രിക്റ്റിലോട്ട് പോകണം, ഡിസ്ട്രിക്റ്റിൽ നിന്ന് മാറി സ്റ്റേറ്റിൽ പോകണം, സ്റ്റേറ്റിൽ നിന്ന് മാറി എന്ത് ചെയ്യണം, നാഷണലിലോട്ട് പോകണം, നാഷണലിൽ മാറി ഇന്റർനാഷണൽ വിൽക്കുമ്പോഴാണ് നമ്മൾ കോടീശ്വരന്മാർ, വലിയ കാശുള്ളവരാണ്. കാശിന്റെ കാര്യമാണ് പറയണത്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിക്കൂ. യുദ്ധം വന്നാൽ അതൊന്നും നടക്കൂല കേട്ടോ. ഫുള്ള് നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ പോലും യാത്ര ചെയ്യാൻ പറ്റൂല, നിങ്ങൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റൂല, നിങ്ങൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണോ തലയ്ക്ക് പോകുമ്പോൾ വീഴാം. നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീടൊക്കെ ഉണ്ടല്ലോ, ലോണൊക്കെ എടുത്തിട്ട് അതിന്റെ മുകളിലും വീട് വിടാം. പഴയ യുദ്ധമല്ല ഇപ്പോ എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ ആണ്, അമേരിക്കയിൽ ഇരുന്നിട്ട് ഒരാൾ എന്റെ വീട് ടാർഗറ്റ് ചെയ്യണമെന്ന് വെച്ചോളൂ. അയാൾ അവിടെ നിന്ന് GPS വെച്ചിട്ട് ഒരു ചെറിയ സാധനം കണക്ട് ചെയ്ത് വിട്ടാൽ എന്റെ വീട്ടിന്റെ മുകളിൽ ഒന്ന് വീഴും. കഴിഞ്ഞ് 50 ലക്ഷം രൂപ ലോണാണ്. 50 ലക്ഷം രൂപ ലോൺ എടുത്താണ് വീട് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞു. എന്തിനു പോയി? അപ്പൊ നിങ്ങൾ ദൈവം രക്ഷിക്കുവോ? അവിടെ കൊടുക്കണത് വാങ്ങണതൊക്കെ നമ്മൾ തമ്മിലാണ്. പ്രകൃതി കണക്ടിവിറ്റിയാണ്. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത രീതിയിൽ, ഞാൻ അതാണ് എൻ്റെ പ്രേക്ഷകരെടുത്ത് പറയണത്. ഇതിവിടെ ഒരിക്കലും കണക്റ്റഡ് ആവൂല. ഞാൻ പ്രേക്ഷകരെ നിങ്ങൾ പറയണം, നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കൂ. ചിന്തിക്കാനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആര് വിശ്വാസം പറഞ്ഞാലും നിങ്ങൾ പോകും, നിങ്ങൾ എന്തെന്ന് ചെയ്യും. പക്ഷെ ഒരു ഫ്ലൈറ്റ് ക്രാഷ് വന്നപ്പോഴത്തേക്ക് അവിടെ ഉള്ള ഈ 300ഓളം പേരെ അവരവരുടെ ദൈവങ്ങൾ രക്ഷിച്ചുവെങ്കിൽ ഫ്ലൈറ്റ് ക്രാഷ് പ്രശ്നമല്ല. എയർ ഇന്ത്യ എന്തിന് ഇത്രയും ബുദ്ധിമുട്ടണം? എൻ്റെ വിമാനം ഇടിച്ചാലും അവരെ ദൈവം രക്ഷിക്കും. 300 പേരെ രക്ഷിച്ചു, കണ്ടോ? അപ്പൊ എയർ ഇന്ത്യ കുറെ കൂടെ ടോപ്പിൽ വരും അല്ലേ? ഇനി ഞാൻ വണ്ടി ഓടിച്ചു പോണ്, എന്റെ ബൈക്ക് യമഹ ഫേസറാണ്. യമഹ ഫേസർ കൊണ്ടുവന്നിട്ട് ഒരു ബെൻസിലിടിച്ചു. ബെൻസിലിടിച്ചപ്പോഴത്തേക്കും ഞാനും ചത്തു, ബെൻസിലിരിക്കണവനും അപകടം പറ്റി. ഇല്ല പറയണ്, ഇല്ല, രണ്ടുപേർക്കും ഒന്നും പറ്റില്ല. എന്റെ ദൈവം രക്ഷിച്ചു, ബെൻസിലുള്ളവനും ബെൻസിൽ രക്ഷിച്ചില്ല. പക്ഷെ രണ്ടുപേരും ഇടിയിലല്ല, കാത്തിരുന്ന ഒരു 6 മാസമായാലും കുഞ്ഞു ചത്തുകൂടി. അപ്പോൾ ദൈവം രക്ഷിച്ച ഇല്ല. അപ്പൊ കുഞ്ഞിനെ ദൈവം രക്ഷിച്ചു എന്ന് നോക്കൂ. എങ്കിൽ ഓക്കെ. ഇവിടെ ആരും മാരെ രക്ഷിക്കൂല. നിങ്ങൾ എന്തെങ്കിലും ഒരു ഈ ഫ്ലൈറ്റിനകത്ത് ഒരു A11 എന്തെങ്കിലും വരുന്ന ആളാണ്. ആ ആളിന്റെ അവിടെ എന്തോ ഒരു കാരണവശാൽ ഫ്ലൈറ്റ് പോയി ക്രാഷായിട്ട് ആ സൈഡിലോട്ട് തീ എത്തുകയോ ഇടിയുടെ ആഘാതം എത്തുകയോ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടത്. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. നിങ്ങൾ പോയി 2 വണ്ടികൾ തമ്മിൽ ക്രാഷ് ആകുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഇത്തിരി ചടിഞ്ഞൊക്കെ ആണെങ്കിൽ ഇത്തിരി സേഫിന്, അതിനകത്ത് ഇടിയുടെ ആഘാതം കുറഞ്ഞാൽ മാത്രമേ രക്ഷിക്കുകയുള്ളൂ, നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാതെ ഒരു കോടും രക്ഷിക്കൂല. നിങ്ങൾ ഈ ദൈവവിശ്വാസം എന്ന് പറഞ്ഞ് നടക്കുന്ന അച്ഛന്മാരായാലും സന്യാസിമാരായാലും ആരായാലും ആക്സിഡന്റ് ചത്തു. ഈ അടുത്ത കാലത്ത് ലോകം അറിയപ്പെട്ട ഒരു ബിഷപ്പ് അമേരിക്കയിൽ ചിന്നിച്ചിതറിയാണ് ചത്തത്. ഇത് ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒന്നും ആത്മീയതയൊന്നും ഞാൻ കുറ്റം പറയണില്ല. പക്ഷെ ഇവർ നമ്മളെ പഠിപ്പിക്കുന്ന രീതി തെറ്റാണ്. ആത്മീയത നല്ലതാണ്, നിങ്ങൾ ആത്മീയത എടുത്തു, പക്ഷെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എടുത്തു. പക്ഷെ അതിനപ്പുറം ഈ ഏതെങ്കിലും ദൈവം വന്ന് നിങ്ങളെ ഒരു അപകട സമയത്ത് രക്ഷിക്കുമെന്ന് പറയുന്നത് തെറ്റാണ്. ഈ ഫ്ലൈറ്റ് ക്രാഷിങ്ങിൽ മീഡിയ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്, യൂട്യൂബിൽ വരുന്ന റിപ്പോർട്ട്, വലിയ വാർത്തകൾ, ഇതെല്ലാം ഒരാൾ രക്ഷപ്പെട്ടിട്ട് 300 പേരെ കൊന്നിട്ടുള്ള ഈ റിപ്പോർട്ട് തെറ്റെന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഞാൻ പറയണത് ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം എന്നല്ല ഞാൻ പറയണത്. എൻ്റെ കാര്യത്തിൽ, എൻ്റെ വ്യൂവിൽ എനിക്കിത് ട്രൂ ആണ്. കാരണം ഞാൻ നാളെ വണ്ടി ഓടിച്ചു പോയി വണ്ടിയായിട്ട് ഇടിച്ച് എൻ്റെ കൈയും കാലും ഓടിയും അല്ലെങ്കിൽ എൻ്റെ തല പൊട്ടും, ഞാൻ ചാവും, എനിക്കുറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ വണ്ടി കയറാട്ടേ ഓടിക്കാറുള്ളൂ. വേറെ ഒരാൾ ഒന്ന് ഇടിച്ചാലും ചാവും, എന്തായാലും
ചാവും. ഇനി ഞാൻ എൻ്റെ വീട്ടിന്റെ ടെറസിന്റെ മുകളിൽ നിന്ന് താഴെ വീണാലും ഞാൻ കായലും കൈ ഓടിയും, ചിലപ്പോൾ ചാവും. ഇനി ഇതൊന്നുമല്ല, എന്നെ പാമ്പ് കൊത്തിയാലും ചാവും. ഒരു ദൈവവും രക്ഷിക്കൂല. ഇതിനകത്ത് കാശ് സമ്പാദിക്കണതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഗോഡിനെയൊക്കെ വെച്ച് കളിക്കുന്നത് ഈ മതപണ്ഡിതന്മാര്. ഈ ട്രാപ്പുകളിൽ വിടരുതെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പോയി വീഴൂ. പക്ഷെ ഇതുപോലെ ഫ്ലൈറ്റ് ക്രാഷ് അടക്കുമ്പോൾ ഇത്രയുള്ള ഫേക്ക് ന്യൂസുമായിട്ട് വരരുത്. പത്രക്കാരുടെ അടുത്ത് ഞാൻ പറയണത്, മീഡിയയുടെ അടുത്ത് പറയണത്, മലയാളത്തിലെ കുറെ ചാനലുണ്ട്, ഈ ചാനലുകളൊക്കെ തള്ളുകയാണ്. ഈ പരിപാടിയൊന്നും വേണ്ട ബായ്, ഈ പരിപാടിയൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു മലയാളി കുട്ടി, ഇപ്പോൾ മരിച്ച ഒരു കുട്ടിയില്ലേ, ആ കുട്ടിയെങ്കിലും രക്ഷിക്കണ്ടേ? ഇവിടെ 30 എന്താ പറയണേ, എല്ലാ മതക്കാരും ഒരുമിച്ച് താമസിക്കുന്ന നാടാണ് കേരളം. വളരെ ഡീപ്പാണ്, എല്ലാ ദൈവങ്ങളും ഇവിടെ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ദൈവം ആ കുട്ടിയെ രക്ഷിക്കാത്തത്? ആ കുട്ടി ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. ആ കുട്ടി നോക്കിയേ, ഹാർഡ് വർക്ക് ചെയ്തൊരു ജോലി നേടുന്നു ഗവൺമെന്റിൽ. അതുകൊണ്ട് നിൽക്കാൻ പറ്റാതായിട്ട്, ആ ഗവൺമെന്റ് ശമ്പളം കൊണ്ട് നിൽക്കാൻ പറ്റാതായിട്ട് ആ കുട്ടി എന്ത് ചെയ്യുന്നു? വിദേശത്തോട്ട് ട്രൈ ചെയ്യുന്നു. വിദേശത്തോട്ട് ട്രൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ജോലി സമ്പാദിക്കണം. അവിടെ 3 വർഷം പോയി ജോലി സമ്പാദിച്ചിട്ട് ആ കുട്ടി, സാധാരണ ഒരു കുട്ടികളും തിരിച്ചു വരാറില്ല. ആ കുട്ടി ആഗ്രഹത്തോടെ ഇവിടെ വീട് വയ്ക്കുന്നു, എന്നിട്ട് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നു. ആ ജോലിക്ക് വേണ്ടി ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നു? എഴുതി കൊടുക്കാൻ 5 ദിവസത്തേക്ക് വരുന്നു. ആ കുട്ടി ഫ്ലൈറ്റ് ക്രാഷ് മരിച്ചു പോയാൽ എന്ത് കോപ്പ് ദൈവമാണോ ഈ കേരളത്തിനകത്തുള്ളത്? ഉള്ള കണ്ട ദൈവങ്ങളല്ല ഉള്ള നാടല്ലേ ഇത്. ഒരു ദൈവം ആ കുട്ടിയെ രക്ഷിക്കാത്തത്. അതാണ് പ്രേക്ഷകരെ, ഞാനിത് ഒന്നിനെ അടച്ചാക്ഷേപിക്കണില്ല. എനിക്കതിന് താല്പര്യമില്ല. മതപരമായ ഒരാളെയും കുറ്റം പെടുത്തില്ല. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസമായിട്ട് ജീവിക്കൂ. പക്ഷേ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ വന്നാൽ ഇത്രയേ ഉള്ളൂ. ഒന്ന് ക്രാഷായി തീർന്നേ ഉള്ളൂ. ഒരു ഡേഞ്ചറസ് സോണിലും ഒരു ഗോഡും നിങ്ങളെ രക്ഷിക്കില്ല. കാരണം ഗോഡ് എന്ന് പറയുന്നത് ഒരു സാങ്കല്പികം മാത്രമാണ്. ബാക്കിയെല്ലാം തന്നെ നമ്മൾ ഇവരൊക്കെ ഹിസ്റ്ററി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നമ്മളെപ്പോലെ എന്നെപ്പോലെ ജീവിച്ച മനുഷ്യർ മാത്രമാണ്. മനുഷ്യർക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ അവരുടെ ആശയങ്ങൾ ബെറ്ററാണ്. കുറെ ആശയങ്ങളുണ്ട്. ആശയങ്ങൾ നിങ്ങൾക്ക് സ്വീകാര്യമായതുകൊണ്ടാണ് ചിലത് സ്വീകരിക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും എൻ്റെ മരണത്തെ ബ്ലോക്ക് ചെയ്യാനോ, എൻ്റെ കൈയിനെയും കാലിനെയും ഒടിയണ ബ്ലോക്ക് ചെയ്യാനോ, എൻ്റെ ബോഡിയിൽ വരുന്ന അസുഖങ്ങളെ ബ്ലോക്ക് ചെയ്യാനോ പറ്റൂല. എൻ്റെ ബോഡിയിൽ അസുഖം വരാതിരിക്കണമെങ്കിൽ ഞാൻ അതിനുള്ള ഫുഡ് റെഫർ ചെയ്യണം. ഞാൻ ആ രീതിയിൽ ജീവിക്കണം. ആ രീതിയിൽ ഞാൻ ഓക്സിജനും പ്രകൃതിയൊക്കെ ഒരുക്കണം എൻ്റെ ചുറ്റുപാടിൽ. ഇല്ലെങ്കിൽ രോഗം വരും. നമ്മൾ പെട്ടെന്ന് രോഗിയാവും. രോഗിയാവാതിരിക്കണമെങ്കിൽ പ്രകൃതിയുടെ അടുത്ത് ഉടക്കാതിരിക്കുക. പ്രകൃതിയുടെ അടുത്ത് ഉടക്കിയാൽ പ്രകൃതി തിരിച്ചുടക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ വേണമെങ്കിൽ പ്രകൃതി വേണമെങ്കിൽ നിങ്ങൾ കോടെന്ന് വെച്ചോളൂ. പ്രകൃതി കോടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒന്നുമില്ല. ഈ പറയുന്ന ഒന്നുമില്ല. നമ്മൾ വരുന്നു, പ്രകൃതിയോട്ട് ഇണങ്ങി ജീവിക്കുന്നു, അതിനനുസരിച്ച് പറ്റാവുന്ന രീതിയിൽ ജീവിക്കുന്നു. പറ്റാത്ത സമയത്ത് നമ്മൾ തിരിച്ചു പോകുന്നു. അതൊരു റൊട്ടേഷൻ സമ്പ്രദായം മാത്രമാണ്. റീസൈക്ലിംഗ് എന്ന് പറയാം. അതിന് നല്ല രീതിയിൽ പറഞ്ഞാൽ പുനരുപയോഗം എല്ലാം തന്നെ പ്രകൃതിയുടെ തീരുമാനമാണ്. വരണം റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സ് ട്രൂ ആണ്. പകരം ഇതിനകത്തൊക്കെ ഏതൊക്കെയോ ദൈവങ്ങൾ വന്ന് നമ്മളെ രക്ഷിക്കപ്പെടുമെന്നും രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. നമ്മളെ സ്കൂളിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മളെ പഠിപ്പിക്കുന്ന സിസ്റ്റം, ഒപ്പം തന്നെ നമ്മളൊരു സ്വഭാവം അനുസരിച്ച് കുറെ രാഷ്ട്രീയക്കാരന്മാർ ഇങ്ങനെ വട്ടുപടിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതെല്ലാം രാജ്യത്തിന് ദോഷം സംഭവിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്, നാട്ടിന് ദോഷം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഈ പറയണതെന്ന് പറഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്ത് മാത്രം നിൽക്കുമ്പോൾ നമ്മളെ മൈൻഡ് ഓഫ് ഔട്ട് ആവും. നമുക്ക് വേണ്ടത് ഗ്രോത്ത് ആണ്. ഗ്രോത്ത് വേണമെങ്കിൽ നമ്മൾ ജനറൽ ആവണം. ജനറൽ ആവുകയും രാജ്യത്തിന്റെ ഗ്രോത്തിലോട്ട് പോകണമെങ്കിൽ നമ്മളെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനിടയിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ചുമ്മാ ഒരു ആവശ്യമില്ലാതെ ഒരാളെ ദൈവം രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്യാതെ യാഥാർത്ഥ്യ ജനത്തിനെ മനസ്സിലാക്കണം, സ്റ്റുഡൻസിനെ മനസ്സിലാക്കണം, കുട്ടികൾ പഠിക്കണം. ഈ കുട്ടികൾ അത് മനസ്സിലാക്കി പുറത്തു വരുമ്പോൾ അവർ യാഥാർത്ഥ്യബോധത്തോടെ പെരുമാറും. ഒരിക്കലും ഫ്ലൈറ്റ് ക്രാഷ് ആയെന്ന് ഒരു വലിയ പ്രശ്നം പറഞ്ഞു, ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞു ആരും ഒരു ഇതുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ആര് റോങ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് അതിനവര് എന്ത് ചെയ്യണം? മാനസികമായിട്ട് അവർക്ക് ക്ലാസ് കൊടുത്തുകൊണ്ട് കറക്റ്റ് ചെയ്യണം. അവരെ പിടിച്ച് ജയിലിടയല്ല വേണ്ട. റോഡെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ഒരാൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ ഇടിച്ചിട്ടില്ല എങ്കിൽ, അറിയാതെ പോയിട്ട് തെറ്റായ രീതിയിൽ ഡ്രൈവ് ചെയ്ത് ഇടിക്കുന്നുവെങ്കിൽ അയാൾക്ക് മെന്റലി ഡിപ്രറ്റഡ് ആണ്. എന്നിങ്ങനെയാണ്? അയാൾക്ക് നോളജഡ് അല്ല, അയാൾക്ക് വിവരമില്ല, അയാൾ ഒരു തിരിച്ചറിവുമില്ല. എന്നെപ്പോലെ എൻ്റെ സഹജീവിയുടെ ജീവൻ വലുതാണ്, പക്ഷെ എനിക്ക് റോഡ് അട്ടഹാസം കാണിക്കാനുള്ള അല്ല എന്നുള്ള തിരിച്ചറിവ് അയാൾക്ക് കൊടുക്കാത്തുള്ളതാണ് പ്രശ്നം. അയാളെ കൊണ്ടൊന്ന് ജയിലിടയല്ല ചെയ്യേണ്ടത്, അയാളെ കൊണ്ടൊന്ന് റിവേഴ്സ് ചെയ്യിക്കുകയാണ് ചെയ്യേണ്ടത്. അയാൾക്ക് കൃത്യമായ രീതിയിൽ ട്രെയിനിങ് കൊടുത്ത് കൃത്യമായ രീതിയിൽ നാളെ റോഡിലോട്ട് ഇറക്കി വിടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അപകടം കുറയും. അപകടങ്ങൾ കുറയ്ക്കാനാണ് നോക്കേണ്ടത്. പകരം ദൈവം രക്ഷിക്കും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മാറ്റുക.
മാറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിനകത്തും നിങ്ങളുടെ പള്ളിക്കകത്തും നിങ്ങളുടെ ക്ഷേത്രത്തിനകത്തും നിങ്ങളുടെ മറ്റു സ്ഥലങ്ങളിലും ബുദ്ധമതമാണെങ്കിൽ ബുദ്ധമതത്തിനകത്തും എന്ത് പറയണത് മോസ്കിനകത്താണെങ്കിൽ മോസ്കിനകത്തും, ഇനി അല്ലാത്ത എവിടെയാണ് ഗോത്രവർഗത്തിലാണെങ്കിൽ അതിനകത്ത് നിൽക്കട്ടെ. പകരം നിങ്ങൾ യാഥാർത്ഥ്യങ്ങളിലോട്ട് ഇറങ്ങരുത്. യാഥാർത്ഥ്യങ്ങളിലോട്ട് ഇറങ്ങിയ ഈ ഫ്ലൈറ്റ് ക്രാഷ് പോലെയാണ്. 300 പേരോ 500 പേരോ ഒരുമിച്ച് 300 പേര് യാത്ര ചെയ്യുകയും ഫ്ലൈറ്റ് പോയി ഇടിച്ചിട്ട് കുറെ പേര് മരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരാളെ രക്ഷപ്പെട്ടിട്ടുള്ളൂ, ബാക്കി എല്ലാവരും മരിച്ചു. അങ്ങനെ മരിച്ച് അങ്ങനെ കൊല്ലുന്ന ഒരാളെ രക്ഷപ്പെടുത്തുമ്പോൾ അത് ദൈവം രക്ഷിക്കുകയും ബാക്കി എല്ലാവരെയും കൊന്നത് ആര്? അതും ദൈവമല്ലേ? ഉണ്ടാക്കിയത് ദൈവമല്ലേ? പിന്നെ കൊല്ലണത് മാത്രം കാലം മോശോ? കാലന്റെ ജോലിയല്ലേ ചെയ്യണേ? അങ്ങനെ ഒരാളെ രക്ഷിക്കുമ്പോൾ ഒരാളെ മാത്രം ദൈവം രക്ഷിക്കണ ദൈവം എന്തിന്? എങ്കിൽ 500 പേരെയും രക്ഷിക്കട്ടെ. ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് പറഞ്ഞത് ശ്രദ്ധിക്കുക. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റമാണ്. യഥാർത്ഥത്തിൽ അതൊന്നുമില്ല. പ്രകൃതിയാൽ ജനിക്കണം. നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരുവിധം കുഴപ്പമില്ലാതൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഡെത്താക്കാം, മരിച്ചു പോവാം. പകരം നമ്മൾ ഈ സിസ്റ്റം, നമ്മൾ തന്നെയാണ് വണ്ടി കണ്ടുപിടിച്ചത്, നമ്മൾ തന്നെയാണ് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചത്, നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്തിട്ട് പ്രകൃതിയിലുള്ള സിഗ്നലുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കുകയാണ്. ഇതിനകത്ത് ക്ലാഷ് ഉണ്ടാവും. അപ്പം ഇതൊക്കെ നമ്മൾ നാച്ചുറലായിട്ട് മനസ്സിലാക്കിയിട്ട് സയൻസ് നന്നായിട്ട് പഠിച്ചിട്ട് സയൻസിനെ മനസ്സിലാക്കി യാഥാർത്ഥ്യ ബോധത്തോടെ എൻ്റെ പുതിയ ന്യൂ ജനറേഷൻ കുട്ടികളെ ജീവിക്കൂ. അങ്ങനെ ജീവിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും. എൻ്റെ വീഡിയോ നിങ്ങൾ ആരും കാണണ്ട, പക്ഷെ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞു. ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ചിന്തിക്കണത് ഇങ്ങനെയാണ്. ഞാനും മുമ്പൊരു മതഭ്രാന്തനും ജാതിഭ്രാന്ത് ഉണ്ടാകുന്നോട്ട് ഇല്ലായിരുന്നു. കൊച്ചിലെ കുറേ മാറ്റം ഉണ്ടെന്ന്. പക്ഷെ ഇച്ചിരി മതമൊക്കെ എൻ്റെ തലയിൽ അഡിക്റ്റഡ് ആയിരുന്നു. എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് പാരമ്പര്യമായിട്ട് തന്ന ക്രൗഡ് ഓഫ് മതമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ. പക്ഷേ പിൽക്കാലത്ത് നമുക്ക് മനസ്സിലായി നമുക്ക് ഇതൊന്നും ഒരു കാര്യമില്ല. യഥാർത്ഥത്തിൽ പ്രകൃതി അങ്ങനെയാണ്, സയൻസാണ്. ഇത് ഇങ്ങനെ പ്രകൃതിയാണ്. പ്രകൃതിയിൽ നമ്മൾ സയൻസ് ഉപയോഗിച്ച് ഐഡന്റിറ്റി ചെയ്യുന്നു. അത് വെച്ച് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളേ ഉള്ളൂ. അവിടെ സയൻസിന് വലിയ ടോപ്പിലെത്താൻ പറ്റില്ല. പ്രകൃതി ഒന്നും അടഞ്ഞാൽ ഇന്റർനെറ്റ് എല്ലാം പോയി, കറണ്ട് പോയി, എല്ലാം പോയി. നമ്മൾ സാധാരണ ഗോത്രവർഗ്ഗക്കാരനെ പോലെ ജീവിക്കണം. അവിടെ പ്രകൃതി ഒന്ന് അടഞ്ഞു നോക്കിയേ. നിങ്ങളെ വീട്ടിൽ കറണ്ട് ഉണ്ടാവുമോ? ഇല്ല. നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? ഇല്ല. കറണ്ട് ഇല്ല, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ നിങ്ങളുടെ മൊബൈൽ റീചാർജ് ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എനർജറ്റിക് ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പഴയ പോലെ ജീവിക്കേണ്ടി വരും. സാധാ വീട്, ഇരുട്ട്, ഡെയിലി വെളുപ്പിന് 4 മണിക്ക് കോഴി എണീക്കേണ്ടി വരും. കാരണം പ്രകൃതി അടഞ്ഞാൽ ഒന്നുമില്ല. പ്രകൃതിയാണ് എല്ലാം. പ്രകൃതി എന്നുള്ള ഭൂമിയല്ല, പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ലോകം. ഈ ലോകത്ത് നിങ്ങളും ഞാനൊക്കെ വേറെ ഒന്നുമല്ല. ഇതിനെയാണ് നമ്മളാണ് എന്നിട്ട് വല്ല ഉണ്ടാക്കി വെച്ചിട്ട് ദൈവം എന്തൊക്കെ തരുമെന്ന് പറയണത്. അത് തെറ്റാണ് പ്രിയ പ്രേക്ഷകരെ. നിങ്ങൾ തെറ്റാണെന്ന് ഞാൻ ഈ പറയണെന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ച് ജീവിക്കണമെങ്കിൽ തെറ്റാണെന്നാണ് പറയണത്. നിങ്ങളതൊരു വിശ്വാസമായിട്ട് കൊണ്ടുകൊടുത്തോ നിങ്ങളെ കാര്യം. പക്ഷെ മാറും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിങ്ങൾ ഇതുപോലുള്ള സ്റ്റേജിൽ ഇരിക്കുമ്പോൾ നിങ്ങളെ രക്ഷിക്കൂല എന്നാണ് ഞാനിപ്പോഴും നിങ്ങളെ ഓർമ്മിച്ചുകൊണ്ട്, നിങ്ങളെ വീണ്ടും ഓർമ്മിച്ചുകൊണ്ട്, നിങ്ങളൊരു അപകടാവസ്ഥ വരുമ്പോൾ, നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ 2 വണ്ടി ഇടിച്ചാൽ പരിക്ക് പറ്റും. രക്ഷിക്കപ്പെട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, വണ്ടി പോയി ഇടിക്കുന്നതിൻ്റെ ഫോഴ്സും അതിൻ്റെ ആംഗിളും അതിൻ്റെ എഫക്റ്റും അതൊക്കെ നിങ്ങൾ സയൻസ് സിദ്ധാന്തങ്ങൾ പഠിച്ചാൽ മതി. സയൻസിൽ നമ്മൾ എത്ര ആക്ഷൻ അവിടെ പോയി ഇടിക്കുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ എത്ര നമ്മളെ ബോഡി വരും, ബിൽറ്റ് ധരിച്ചിരുന്നാൽ അത് ഇത്ര കുറയും, അതിനൊക്കെ കണക്കുണ്ട്, വ്യക്തമായ കണക്കുണ്ട്. 50 മൈൽ സ്പീഡിൽ പോയി എത്ര, 100 മൈൽ സ്പീഡിൽ പോയി എത്ര, 200 മൈൽ സ്പീഡിൽ പോയി എത്ര. ഫ്ലൈറ്റൊക്കെ പോണേ 800 കിലോമീറ്റർ വേഗതയിലാണ് മണിക്കൂറിൽ. മനസ്സിലായി? ഈ രീതിയിലൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു എഫോർട്ടൊക്കെ സയൻസ് പഠിക്കണമെന്നൊക്കെ മനസ്സിലായി. ഞാനൊരു സാധാ വിദ്യാഭ്യാസമുള്ള ഒരു നോർമൽ മനുഷ്യനാണ്. 19 വയസ്സായി. ഇനി 10 വർഷം കൂടെയൊക്കെ ജീവിക്കും ചിലപ്പോൾ. അങ്ങനെ ഒന്നും പോകില്ല. ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പോകാനും സാധ്യമില്ല. പക്ഷേ എൻ്റെ പുതിയ ജനറേഷൻ കുട്ടികളെ, നിങ്ങൾക്ക് ഞാനിത് എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ വ്യൂ ഞാൻ ഷെയർ ചെയ്തു. ശരിയായാലും തെറ്റായാലും എനിക്കത് വിഷയമല്ല. പക്ഷെ ഞാൻ പറയേണ്ടത് പറഞ്ഞു പോകുന്നു. ബാക്കി കാലം തെളിയിക്കട്ടെ. പക്ഷെ എല്ലാം പ്രകൃതി തന്നെയാണ്. എന്തെങ്കിലും ഒരു ദൈവം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് പ്രകൃതിയാണ്. അത് അതിൻ്റെ ജോലി പോകും. അപ്പോൾ അതിനൊരു ദൈവം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊടുക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. പ്രകൃതി മറ്റൊന്നിലും വച്ചിട്ടുള്ള ഒരു തരികിട പരിപാടികളൊന്നും നടക്കില്ല. നടന്നാൽ തന്നെ നിങ്ങൾ നടന്നാലും, ഞാൻ പറഞ്ഞില്ല, ഫ്ലൈറ്റ് ക്രാഷ് സംഭവിച്ച പോലെയാണ്. 300 പേര് വ്യത്യസ്ത മതക്കാരതിനകത്തിരുന്നാൽ
എന്ത് പറ്റി? ആരും ആരെ ദൈവം രക്ഷിക്കൂല. ഒരുത്തല്ല അക്കൗണ്ട് രക്ഷപ്പെട്ടു, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവരും മരിച്ചു, എല്ലാ ദൈവങ്ങളും തോറ്റു. ശരിയല്ലേ? ശരിയല്ലേ? അല്ലേ? അല്ലേ എന്ന് ഞാൻ വെറുതെ തമാശയ്ക്ക് ചോദിക്കുകയാണ്. ശരിയാണെങ്കിൽ അല്ലെന്നതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു, വിശ്വാസങ്ങളൊക്കെ കുഴപ്പമില്ല, നിങ്ങൾക്ക് വച്ചോ. എനിക്കത് 0 ആണ്. എന്നെ സംബന്ധിച്ച് 0 എന്ന് പറയണത് ഇതിലൊന്നും കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലായി. നിങ്ങൾ ആലോചിക്കൂ. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ നിങ്ങളെ തെറ്റായി നടത്തുന്നു. സയൻസ് വളർന്നുകൊണ്ടിരിക്കുന്നു. പ്രകൃതി എന്തെന്നറിയൂ. പകരം ദൈവങ്ങൾ നിങ്ങളെ ഒരിക്കലും രക്ഷിക്കൂല. നിങ്ങൾ അധ്വാനിക്കണതിൻ്റെ ബലമാണ് നിങ്ങൾ ഈ സമ്പാദിക്കണമെല്ലാം, മറ്റു കാര്യങ്ങളെല്ലാം. പക്ഷെ അതൊന്നും നിൽക്കൂല കേട്ടോ. അതൊക്കെ നിങ്ങൾ ജീവിക്കുക ഇതാവും. പക്ഷെ ഇതുപോലൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ ഏത് കൊമ്പത്തിരുന്നാലും ആരായാലും കത്തിയങ്ങ് പോകും. അത്രയേ ഉള്ളൂ. ഞാൻ വീണ്ടും പ്രേക്ഷകർക്ക് ഓർമ്മിക്കുന്നു, അപ്പോൾ നിങ്ങൾ ഒരു ദൈവവും രക്ഷിക്കാൻ വരുമെങ്കിൽ പ്രത്യക്ഷപ്പെടട്ടെ. അപ്പോൾ നമുക്ക് ആലോചിക്കാം. സൈനിങ് ഓഫ്. നമുക്ക് സോളോ.